Hi, my dear friends. എല്ലാവർക്കും ഒരിക്കൽ കൂടി MP Talksലേക്ക് സ്വാഗതം. ഞാൻ മുസ്ത പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസംബർ 3 കറന്റ് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ ഒന്നാമതായിട്ട് ഡൽഹി എയർ പൊല്യൂഷൻ. ഞാൻ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ന്യൂസ് ആണ്, എങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പൈക്ക റിബല്യൻ ന്യൂസിൽ ഉണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി മിഷൻ, അതുപോലെ തന്നെ അറ്റോർണി ജനറൽ അഥവാ സോളിസിറ്റർ ജനറൽ ന്യൂസിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അറ്റോർണി ജനറൽ കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ നാറ്റോ. ഇതാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ നമുക്ക് ഇന്ന് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ന്യൂസ് അനാലിസിന്റെ PDF ഞാൻ ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പറുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. UPSC ഓർ KS പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ ഫ്രീ KS ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2 ക്ലാസ് ഇന്ന് നടന്നിട്ടുണ്ട്, ഇന്നലെ ഇന്നുമായിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ക്ലാസ് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഞാനൊന്ന് കൂടുതലായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിലൂടെ കൂടുതൽ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് അതിന്റെ പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും ഏതൊക്കെയെന്നുള്ളതാണ് പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്, ഒന്ന് ഈ സ്കൂൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൽഹി ബേസ്ഡ് എഡിഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചില വ്യത്യാസങ്ങളൊക്കെ ന്യൂസിന്റെ ഓർഡറിൽ ഉണ്ടാവാം. അപ്പൊ ഡൽഹിയിൽ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് സീരിയസ് പൊല്യൂഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ സ്കൂൾസ് ഒക്കെ ക്ലോസ് ചെയ്തതും കുറെ ദിവസങ്ങളായിട്ട് പൊല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പല പ്രാവശ്യം ഡൽഹി പൊല്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. അത് GS 3 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സഫറിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഡൽഹി എയർ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പൂറായിട്ട് ഡിഗ്രേഡ് ചെയ്തായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ കോസസ് ഓഫ് ദി എയർ പൊല്യൂഷൻ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുമ്പോൾ ടിപ്പിക്കലി ഈ ഒരു കൂടുതൽ വേഴ്സൺ ചെയ്യാറ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലാണ്. പല കാര്യങ്ങൾ അതിനെ കൊണ്ട് ഒന്നാമത്തെ ലോക്കൽ എമിഷൻസ് കാരണമാവുന്നുണ്ടെന്നുള്ളതാണ്. മറ്റുള്ള അടുത്ത് വരുന്നൊക്കെ സ്റ്റെബിൾ ബേണിംഗ് ഒക്കെ അടുത്തുള്ള സ്റ്റേറ്റ്സുകളിൽ നിന്നൊക്കെ വരുന്ന സ്റ്റെബിൾ ബേണിംഗ്, അതുകൂടാതെ ലാൻഡ് ലോക്ക്ഡ് ആ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒരു കാരണമാവാറുണ്ട്. പിന്നെ ക്രോപ്പ് ബേണിംഗ് നെബറിംഗ് കൺട്രീസ് നെബറിംഗ് സ്റ്റേറ്റ്സിന്റെ, ഇതിനൊപ്പം തന്നെ വെഹിക്കുലർ എമിഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാരണമാവാറുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കൺസേൺസ് ഞാൻ പറഞ്ഞ സെയിം PDF ആണ് ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അന്ന് PDF ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക്കൽ തന്നെയാണ് ഈ ഒരു എയർ പൊല്യൂഷൻ ആയിട്ടുള്ളത്. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ കോസസ് എന്നുള്ളതും നിങ്ങൾ അത് കേട്ട ആളുകളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണെന്ന് കൂടുതലായിട്ടൊന്ന് ഫാസ്റ്റ് അടിച്ച് കാണാവുന്നതാണ്. അപ്പൊ ആ ഒരു ഇതിന്റെ കൺസേൺസ് എന്ന് പറയുമ്പോൾ വേൾഡിലെ തന്നെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 10th മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സിറ്റിയിൽ ഫസ്റ്റ് ടോപ്പ് പൊല്യൂട്ടഡ് സിറ്റി ആയിട്ട് വരുന്ന സിറ്റിയാണ് ഡൽഹി എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹ്യൂജ് കോസ്റ്റ്, ഹെൽത്തിലും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഇൻഡോർ എയർ പൊല്യൂഷൻസ് എന്താണ് ഭയങ്കര കൂടുതലായിട്ട് പറയുന്നുണ്ട്. പല ഡിസീസിനും എന്ത് ചെയ്യാറുണ്ട്, അത് കാരണമാവാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഗവൺമെന്റ് ധാരാളം മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വരുമ്പോൾ ടെർബോ ഹാപ്പി സീഡ്സ് കൊടുക്കുന്നുണ്ട്, സ്റ്റെബിൾ ബേണിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. BS4 മാറിയിട്ടുണ്ട്, വെഹിക്കുലർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി. പിന്നെ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എടുക്കാറുണ്ട് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലൊക്കെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്, ടൈം ടു ടൈം ജനങ്ങൾക്ക് എന്ത് ചെയ്യാണ് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയൊക്കെ CPCB ചെയ്യുന്നതാണ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ സഫർ എന്നുള്ളത് ഞാൻ പറഞ്ഞു. സഫർ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കുക. ആ ഒരു മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ IITM പൂനെ കൂടിയൊക്കെയുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. അവയർനെസ് ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പൊല്യൂട്ടൻസ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് PM 2.5, 10, ഓസോൺ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് റെഗുലർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അതനുസരിച്ചുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെയാണ് അതിൽ വരുന്നത്. വേ ഫോർവേഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് ഡിസ്കസ് ചെയ്ത ഒരു 2 or 3 ക്ലാസ്സിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്ത, അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് KS പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു ന്യൂസ് പൈക്ക റിബല്യൻ ആണ്. പൈക്ക റിബല്യൻ ന്യൂസ് ജസ്റ്റ് നിങ്ങളൊന്ന് പത്രത്തിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത് പൈക്ക റിബല്യൻ എന്താന്നുള്ള ഹിസ്റ്ററിയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, പൈക്ക റിബല്യനിലേക്ക് വരുന്നതിന് മുന്നായിട്ട് കുറച്ച് ന്യൂസുകളും കൂടി. ഒന്ന് ഗ്രീൻ റെവല്യൂഷൻ, ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ NCR പൊല്യൂഷന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഈ പേജും കൂടി നിങ്ങൾ ഈ 2 ആർട്ടിക്കിൾ നന്നായിട്ട് നിർബന്ധമായിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എയർ പൊല്യൂഷന്റെ കാര്യമാണ് കൂടുതൽ വരുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ് UAPA ആണ്. ഓക്കെ, UAPA നമ്മൾ ഇന്നലത്തെ ന്യൂസിലും അതുപോലെ തന്നെ അതിന് മുന്നത്തെ ന്യൂസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് UAPAന്റെ ഇഷ്യൂസ്, കൺസേൺസ്, അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. അത് ജസ്റ്റ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് പൈക്ക റിബല്യൻ ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് വന്നത്. 1817 നടന്ന പൈക്ക റിബല്യൻ ഒഡീഷയിൽ നടന്നാണ്.
ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് ബുക്കിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. നമുക്ക് ആ ന്യൂസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് എന്താണ് പൈക്ക റിബല്യൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, മോഡേൺ ഹിസ്റ്ററിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ബ്രീഫ് ഹിസ്റ്ററി, പൈക്ക എന്ന് പറയുന്നത് ഹിസ്റ്ററി GS 1 വരുന്ന ടോപ്പിക് ആണെന്ന് അറിഞ്ഞിരിക്കുക. പൈക്കാസ് എന്ന് പറയുന്നത് എസെൻഷ്യലി ഒരു പെസൻസ് മിലിറ്റിയ, അഥവാ ഇവര് ഒരേ സമയത്ത് പെസൻസും ആണ്, അതേ സമയത്ത് മിലിറ്ററി ആക്ടിവിറ്റീസ് ഇവര് ചെയ്യും. അഥവാ ഗജപതി റൂളേഴ്സ് ഉണ്ടായിരുന്നു ഒഡീഷയിൽ. അവരെന്ത് ചെയ്യുന്നുണ്ട്, മിലിറ്ററി സർവീസ് കൊടുക്കും. ഓക്കെ, വാർ ഉണ്ടാവുന്ന സമയത്ത് മിലിറ്ററി സർവീസ് കൊടുക്കും, അതല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേഷനിലായിരിക്കും. ഇങ്ങനത്തെ ഒരു ടീമാണ് പൈക്കാസ് എന്നുള്ളത് ഒഡീഷയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1803 വരെ ഒഡീഷ എന്ന് പറയുന്നത് മറാത്ത റൂളിന്റെ ഒക്കെ കീഴിലായിരുന്നു. ആ സമയത്തൊക്കെ അവർക്ക് ഈ ഒരു ജോലി ഉണ്ടായിരുന്നു, ഈ 2 ജോലി ഒരേ സമയത്ത് ചെയ്തിരുന്നു. അതേ സമയത്ത് സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബ്രിട്ടീഷ് ടെറിട്ടറിയിലോട്ട് മാറാണ് ചെയ്യുന്നത് ഒഡീഷ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ആ പൈക്കാസിന് എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ജോബ് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൊസൈറ്റിയിൽ അവർക്ക് ഉണ്ടായിരുന്ന പൊസിഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അവർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്താണ്. അതുപോലെ തന്നെ പൈക്കാസിനെ പല രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, ടാക്സിന്റെ പേരിലും മറ്റുള്ളൊക്കെ, റവന്യൂ ടാക്സിന്റെ പേരിലൊക്കെ. അതൊക്കെ അതിനെതിരേക്ക് ആയിട്ട് എന്ത് ചെയ്യണം, അവര് പ്രൊട്ടസ്റ്റ് കൊണ്ടുവരുന്നതാണ് ഈ പൈക്ക റിബല്യൻ എന്നുള്ളത്. അപ്പൊ റിബല്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ലീഡർഷിപ്പ് ആരൊക്കെ എന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കണം. ഞാൻ ഈ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ കുറവുണ്ടെങ്കിലൊക്കെ കേട്ടോ. ഈ റിബല്യൻ എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് ബക്സി ജഗബന്ധു ആണ് ഇതിന്റെ ലീഡർ ആയിട്ട് ഉണ്ടായിരുന്ന അറിഞ്ഞിരിക്കുക, ഒരു ടെറിട്ടറി ചീഫ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗജപതി കിങ് കുർദ എന്ന് പറയുന്നത്, ഓക്കെ, പുരിന്റെ അടുത്ത് വരുന്ന കിണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവരാണ് 817 എന്ത് ചെയ്യുന്നത്, ഓക്കെ, ഇവരാണ് 817 റിബല്യൻ നടത്തുന്നത്. അപ്പൊ അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് സിമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്രിട്ടീഷ് പവറിന്റെ സിമ്പിൾസ് ഒക്കെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. പോലീസ് സ്റ്റേഷൻ ആവട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആവട്ടെ, ട്രഷറി ആവട്ടെ, ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അവരെ ധാരാളം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെ, രാജാസ്, ജമീന്ദാസ്, വില്ലേജ് ഹെഡ്സ്, ഓർഡിനറി പേഴ്സൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ പോരാടിയെങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇവഞ്ച്വലി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പൈക്കാസ് ഗറില്ല വാർഫെയർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെവറൽ ഇയേഴ്സ് ഇവർ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, പിന്നീട് ഇവരെ സപ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് പൈക്ക റിബല്യൻ, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കേണ്ടത് സ്മാർട്ട് സിറ്റി മിഷന്റെ. അപ്പൊ പൈക്ക റിബല്യനെ നോക്കി വെക്കുക. പിന്നെ ജൂൺ 2023 ഡെഡ് ലൈൻ സ്മാർട്ട് സിറ്റി മിഷന്റെ. അപ്പൊ ജസ്റ്റ് സ്മാർട്ട് സിറ്റി മിഷനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെക്കണം. എന്നിട്ട് ആ ഡെഡ് ലൈൻ വരുന്ന സമയത്ത്, ഇപ്പൊ COVID-19 സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നിന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കി വെക്കുക. അപ്പം ആ നീതി ആയോഗിന്റെയും ഒക്കെ മുന്നിട്ട് വരുന്ന ഈ പ്രോഗ്രാം എന്താണ് സ്മാർട്ട് സിറ്റി മിഷൻ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. GS 2 ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗിന്റെതാണ്, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ എന്ന് അറിഞ്ഞിരിക്കുക. എന്തിനു വേണ്ടിയാണ്, ടു ഡ്രൈവ് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, ബൈ എനേബിളിംഗ് ദ ലോക്കൽ ഡെവലപ്മെന്റ് ആൻഡ്. അപ്പം ഈ ലോക്കൽ എസ്പെഷ്യലി സ്മാർട്ട് സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മിനിസ്ട്രി ഓഫ് ഹൗസിംഗിന്റെ പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്താണ്, ടു പ്രൊമോട്ട് സിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് കോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗീവ് ദ ഡീസെന്റ് ക്വാളിറ്റി ഓഫ് ലൈഫ്. സിറ്റിസൺസ് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറും ഒരു ഡീസെന്റ് ക്വാളിറ്റി ഓഫ് ലൈഫും ക്ലീൻ സസ്റ്റൈനബിൾ എൻവയോൺമെന്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ഒരു സ്മാർട്ട് സിറ്റി മിഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പാൻ സിറ്റി ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺ സ്മാർട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യണം, സിറ്റി വൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 3 മോഡൽസ് ആണ് ഇതിൽ പറയുന്നത്, റെട്രോഫിറ്റിംഗ്, റീഡെവലപ്മെന്റ്, ഗ്രീൻ ഫീൽഡ്. ഓക്കെ, ഉള്ളതിൽ ചെറിയ മാറ്റം വരുത്തുക, ഉള്ളതും എന്ത് ചെയ്യാണ്, പുതുക്കി പണിയാന്നുള്ള രീതിയിൽ, പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ കവറേജ് ആൻഡ് ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 100 സിറ്റീസ് ആണ് കവർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. 5 years ആയിരുന്നു ഡ്യൂറേഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നത്, പിന്നീട് 2023 ഇപ്പോൾ ഡ്യൂറേഷൻ വരുന്നത്. ഫിനാൻസിങ് വരുന്നത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ഓക്കെ, സെൻട്രൽ സെക്ടർ സ്കീം ഉണ്ടാവാറുണ്ട് ചിലത്, ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട സ്മാർട്ട് സിറ്റി മിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് ഇതൊക്കെ പ്രൊട്ടസ്റ്റ് ജസ്റ്റ് നമ്മൾ പല ഇന്നലൊക്കെ ഡിസ്കസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്ത് പറയാത്തത്. ഓക്കെ, UN റൈറ്റ്സ് ബന്ധപ്പെട്ട ജസ്റ്റ് ആ ന്യൂസ് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക.
പിന്നെ അതുപോലെ തന്നെ ഗുജറാത്ത് ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്ന സമയത്ത് SGന്റെ സോളിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സോളിറ്റർ ജനറൽ എന്താണെന്നുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോളിറ്റർ ജനറൽ നോക്കുമ്പോൾ നമുക്ക് അറ്റോർണി ജനറലും കൂടി നോക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഓക്കെ, ആരാന്നുള്ളത്. അപ്പൊ അറ്റോർണി ജനറലിന്റെ കീഴിൽ വരുന്നതാണ് സോളിറ്റർ. അതുകൊണ്ടാണ് അറ്റോർണി ജനറൽ ഫസ്റ്റ് എടുത്തത്. AGI എന്ന് പറയും. AGI എന്ന് GS2 പൊളിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ എന്താണ് പാർട്ട് ഓഫ് ദി യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഹയസ്റ്റ് ലോ ഓഫീസർ ആണ് കൺട്രിയിലെ. ഓക്കെ, ആർട്ടിക്കിൾ 76 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് AGനെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ പിന്നെ അപ്പോയിന്റ്മെന്റ് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അഡ്വൈസ് ഓഫ് ഗവൺമെന്റ് പ്രകാരമായിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അദ്ദേഹം ഒരു ജഡ്ജ് ഓഫ് സുപ്രീം കോടതി ആവാൻ പറ്റിയ എല്ലാ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനാണ്. അതൊക്കെ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജഡ്ജ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, പ്ലസ് അതിന്റെ കൂടെ എന്താണ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ടിൽ 5 years ആയിരിക്കണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഹൈക്കോർട്ടിൽ 10 years ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു എമിനന്റ് ജൂറിസ്റ്റ് ആയിരിക്കണം എന്ന് അറിഞ്ഞിരിക്കാം പ്രസിഡന്റിന്റെ ഒപ്പീനിയനിൽ. ഈ കണ്ടീഷൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതി ജഡ്ജ് ആക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളെയാണ് എന്താക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം, അറ്റോർണി ജനറൽ ആക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ടേം ഓഫ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ഒന്നല്ല. ഓക്കെ, നോട്ട് ഫിക്സ്ഡ്, എപ്പം വേണമെങ്കിലും റിമൂവ് ചെയ്യാന്നുള്ളതാണ്. റിമൂവൽ എന്ന് പറയുമ്പോൾ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റിന് എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാന്നുള്ളതാണ് അറ്റ് എനി ടൈം. ഓക്കെ, പിന്നെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുക, ലീഗൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രസിഡന്റ് റെഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് റെഫർ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ മറ്റുള്ള ഡ്യൂട്ടീസ്, പ്രസിഡന്റ് എന്ത് ചെയ്യാണ് അസൈൻ ചെയ്യുന്ന മറ്റുള്ള ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി സുപ്രീം കോടതിയിലും മറ്റുള്ള എല്ലാ കോടതിയിലും എന്ത് ചെയ്യുക, അപ്പിയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 143 പ്രകാരം എന്താണ്, പ്രസിഡന്റിന്റെ ചില കാര്യങ്ങൾ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതിയെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അതാരാണ് ചെയ്യുന്നത്? അതും അറ്റോർണി ജനറലാ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പക്ഷെ ഇതിന്റെ റൈറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? റൈറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പാർലമെന്റിന്റെ ഏത് ഹൗസിലും ടേക്ക് പാർട്ടി ചെയ്യാൻ പറ്റും, ജോയിന്റ് സിറ്റിംഗിലോ അല്ലെങ്കിൽ ലോകസഭയിലോ രാജ്യസഭയിലൊക്കെ എന്ത് ചെയ്യാൻ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്തില്ല, വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഹൗസിലെ മെമ്പേഴ്സിന് എല്ലാ ഇമ്മ്യൂണിറ്റീസും പ്രിവിലേജും ആർക്കും ഉണ്ട്, നമ്മുടെ അറ്റോർണി ജനറൽക്കും ഉണ്ടായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ തന്നെ പക്ഷേ ഡസ് നോട്ട് ഫോൾ ഇൻ ദ കാറ്റഗറി ഓഫ് ദി ഗവൺമെന്റ് സർവന്റ് എന്നുള്ള കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നില്ല, ഷിയോർ ഹി വരുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെ കീഴിൽ വരുന്ന ഒരാളാണ് സോളിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അത് അഡീഷണൽ സോളിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. എന്തിനാണ്? ഏജിനെ അസിസ്റ്റ് ചെയ്യാനുള്ളതാണ്, അതോ അറ്റോർണി ജനറലെ അസിസ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതേ കറസ്പോണ്ടിങ് ഓഫീസറായിട്ട് സ്റ്റേറ്റിൽ വരുന്ന ആളാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 165 പ്രകാരം വരുന്ന ഓഫീസറാണ്. ഇത് സ്റ്റേറ്റിലുള്ളത്. സെൻട്രൽ ആണെങ്കിൽ നമ്മുടെ AG ആണ് വരുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, AG അറ്റോർണി ജനറൽ ആണ്, ഇവിടെയാണ് അഡ്വക്കേറ്റ് ജനറൽ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് അതിൽ അറിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് നമ്മുടെ നാറ്റോന്റെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ നാറ്റോന്റെ ആ ന്യൂസ് നിങ്ങളൊന്ന് വായിക്കുക. നാറ്റോ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഒരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. വാഷിംഗ്ടൺ ട്രീറ്റി പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് സൈൻ ചെയ്തത് ഏപ്രിൽ 1949 അറിഞ്ഞിരിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സിൽ ബ്രസൽസിലാണ്, ബെൽജിയം. ഹെഡ്ക്വാർട്ടേഴ്സ് അലൈഡ് കമാൻഡ് ഓപ്പറേഷൻസ് ഉള്ളത് ബെൽജിയത്തിൽ തന്നെയാണ് അറിഞ്ഞിരിക്കുക, മോൺസ്. അതിന് കമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫൗണ്ടിങ് മെമ്പേഴ്സ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ അഡ്മിഷൻ മെമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അലയൻസ് പല സമയത്തായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒറിജിനലി 12 മെമ്പേഴ്സ് ആയിരുന്നു, ഇപ്പൊ 30 മെമ്പേഴ്സോളം അതിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാസിഡോണിയ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് 2020 ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ 30 മെമ്പേഴ്സ് ഇതിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. നാറ്റോ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആണ് കേട്ടോ. ഇന്ത്യ അതിൽ മെമ്പർ അല്ല എന്നും കൂടി അറിഞ്ഞിരിക്കുക. അതാണ് ഇന്നത്തെ ന്യൂസിൽ നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം ന്യൂസുകളും അതല്ലാത്ത കുറച്ച് ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പല ന്യൂസുകളും വീണ്ടും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അതിന്റെ അപ്ഡേഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് പത്രത്തിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.